വയനാട് കൽപ്പറ്റയിൽ നേപ്പാളി യുവതിയുടെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ഭർത്താവിൻ്റെ അമ്മയെന്ന് യുവതിയുടെ സഹോദരി ജിജ. തൻ്റെ സഹോദരി പാർവതി ശുചിമുറിൽ പോയപ്പോഴാണ് കൊലപാതകം നടന്നത്. സംഭവം പുറത്തറിഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ജിജ പറഞ്ഞു. അവരും ഗുരുപ്പിനാകുമ്പോൾ അവർ മരുന്ന് കൊടുത്തു, വാങ്ങിയിട്ട് പൊയ്ഷൻ കൊടുത്തു. അപ്പോൾ പൊയ്ഷന് കൊടുത്ത് ആ കൊച്ചും മരിച്ചു പോയില്ല. അപ്പോൾ പിറ്റേ ദിവസം ഡെലിവറി ആയി പിറ്റേ ദിവസം പിന്നെ അവർ ബാത്റൂമിൽ പോകുമ്പോൾ അവർ ഇങ്ങനെ പിടിച്ചിട്ട് കൊന്നു കഴിഞ്ഞു. അപ്പോൾ ആരും കണ്ടില്ല. അവർക്ക് അമ്മ മാത്രം ഇൻട്രഷൻ, അമ്മ മാത്രം അനിയത്തി കുടിക്കാൻ പോയിട്ട് അവർ ജനലിൽ കണ്ട് നോക്കുമ്പോൾ. കേസിൽ ഇന്നലെ അറസ്റ്റിലായ റോഷൻ, അമ്മ മഞ്ജു, അച്ഛൻ അമർ എന്നിവർക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ കൊടുക്കും. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. സുർജിത്തെ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ സംഭവം നടക്കുന്ന ഒരു നേപ്പാളി കുടുംബത്തിലാണ്. ഏതാനും മാസങ്ങളായി ഈ കുടുംബം വയനാട്ടിലാണ് താമസിക്കുന്നത്. കൽപ്പറ്റയിൽ ഒരു ഹോട്ടൽ കേന്ദ്രീകരിച്ച് ശുചീകരണ തൊഴിലാളികളാണ് ഇവർ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഈ വിഷയം നടക്കുന്നത്. മെയ് മാസത്തിൽ ഈ പെൺകുട്ടിക്ക്, അതായത് പാർവതി എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര്, ഇവരുടെ ഭർത്താവ് റോഷന്റെ അമ്മ മഞ്ജു, അതോടൊപ്പം തന്നെ ഈ അച്ഛൻ അമർ എന്നിവർക്കൊപ്പമാണ് ഇവർ കഴിഞ്ഞിരുന്നത്. ഇതിനിടയിൽ ഈ പെൺകുട്ടിയെ നിർബന്ധിത ഗർഭഛിദ്രത്തിന് വിധേയമാക്കാനുള്ള തീരുമാനം ഈ കുടുംബം എടുക്കുകയാണ്, പാർവതിയെ. അതിനുശേഷം ചില മരുന്നുകൾ നൽകി എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. 7-ാം മാസത്തിൽ ഈ പെൺകുട്ടി പാർവതി പ്രസവിച്ചു. ആൺകുഞ്ഞിനാണ് ജന്മം നൽകിയത്. ഇതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഈ കുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി ബാഗിലാക്കി വൈത്തിരി ഭാഗത്തേക്ക് കൊണ്ടുപോയി കുഴിച്ചുമൂടി എന്നുള്ളതാണ് പോലീസിന് ലഭിച്ച പരാതി. ഈ സംഭവത്തിന് ശേഷം ഈ യുവതി നേപ്പാളിലേക്ക് പോയി മടങ്ങിയെത്തിയ ശേഷമാണ് കൽപ്പറ്റ പോലീസിൽ പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തു. ഇവർ കുറ്റം സമ്മതിച്ചു. പക്ഷേ മൃതദേഹം എവിടെയെന്ന് പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യൽ നടക്കേണ്ടതുണ്ട്. ആ ചോദ്യം ചെയ്യലിന് വേണ്ടി ഇവർക്കായി കസ്റ്റഡി അപേക്ഷ നൽകാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് മാനന്തവാടി മജിസ്ട്രേറ്റിന് മുമ്പാകെ ഈ പ്രതികളെ ഹാജരാക്കിയിരിക്കുന്നത്. റോഷൻ എന്നാണ് ഇവരുടെ ഭർത്താവിന്റെ പേര്. നേപ്പാളി കുടുംബമാണ്. ഇവർ ഒരുമിച്ച് നിന്നുകൊണ്ട്, അതായത് ഭർത്താവിന്റെ അച്ഛനും അമ്മയും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഈ കുറ്റകൃത്യം നടപ്പാക്കിയത് എന്നുള്ളതാണ് ഈ പെൺകുട്ടിയുടെ പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എസ് കെ, നമുക്കിപ്പം ചേർന്നത് സുർജിത്ത് അയ്യപ്പത്താണ്.